ഇന്ന് അഭിനയ വിസ്മയം കാഴ്ചവെക്കുന്ന നടന്മാരൊക്കെ തന്നെയും വർഷങ്ങളായുള്ള കഠിനാധ്വാനം കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചവരാണ്. നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ നടന്മാർക്കൊക്കെ ഒരു സിനിമയിൽ നിന്നൊക്കെ എത്ര പേയ്മെന്റ് ആണ് കിട്ടുക എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാകുമല്ലേ. അപ്പോ ഇന്ത്യയിലെ ടോപ്പ് 10 ഹൈ പെയ്ഡ് ആക്ടേഴ്സ് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് 10 പെയ്ഡ് ആക്ടേഴ്സിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാം സ്ഥാനത്തുള്ളത് കിങ് ഓഫ് ബോളിവുഡ് എന്നറിയപ്പെടുന്ന ഷാറൂഖ് ഖാൻ ആണ്. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. പല TV ഷോകളിലൂടെ തന്റെ കരിയർ ആരംഭിച്ച ഷാറൂഖ് ഖാൻ ദീവാന എന്ന തന്റെ ആദ്യ സിനിമയിലെ പ്രകടനത്തിലൂടെ ശ്രദ്ധേയനാവുകയായിരുന്നു. ശേഷം നിരവധി സിനിമകളിലൂടെ ബോളിവുഡിന്റെ രാജാവായി മാറിയ അദ്ദേഹം മന്നത്ത് എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് സ്പോട്ടായ ഒരു വീടും ഒരു പ്രൈവറ്റ് ജെറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. 150 മുതൽ 250 കോടി ഇന്ത്യൻ രൂപയാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു സാധാരണ ബസ് കണ്ടക്ടറിൽ നിന്നും തമിഴ് സിനിമ ലോകത്ത് തന്നെ കോളിളക്കം സൃഷ്ടിച്ച രജനീകാന്ത് ആണ്. 1975 അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് നിരവധി സിനിമകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു. 115 മുതൽ 270 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. മൂന്നാം സ്ഥാനത്തുള്ളത് തലപതി വിജയ് ആണ്. നാളെ തീർപ്പ് എന്ന സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചെങ്കിലും ഗില്ലിയിലൂടെയാണ് ഒരു സൂപ്പർ സ്റ്റാർ വേഷത്തിലേക്ക് അദ്ദേഹം എത്തിയത്. വളരെ വലിയൊരു ഫാൻ ബേസ് ആണ് സൗത്ത് ഇന്ത്യയിൽ ഉടനീളം ഇദ്ദേഹത്തിനുള്ളത്. എന്നാൽ തന്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അടുത്തിടെ പുറത്തു വന്നത്. സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുകയും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സിനിമ വിടാൻ പോകുകയുമാണെന്നായിരുന്നു ആ വാർത്ത. സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരാധകരുടെ സപ്പോർട്ട് എന്നും വിജയുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നത് തീർച്ചയല്ലേ. ഒരു ബീച്ച് സൈഡ് വില്ലയും ലക്ഷറി കാറുകളുടെ കളക്ഷനും അടങ്ങുന്ന ഒരു ആഡംബര ജീവിതമാണ് വിജയുടേത്. 130 മുതൽ 250 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. നാലാം സ്ഥാനത്തുള്ളത് ആമിർ ഖാൻ ആണ്. കയാമത്ത് സേ കയാമത്ത് തക്ക് എന്ന സിനിമയിലൂടെ ഒരു റൊമാൻറ്റിക് ഹീറോവായി സിനിമാ ജീവിതം ആരംഭിച്ച ആമിർ പിന്നീട് പ്രേക്ഷകരെ ചിന്തിപ്പിക്കും വിധമുള്ള അനവധി റോളുകളിലൂടെ തന്റേതായ സ്ഥാനം കൈവരിക്കുകയായിരുന്നു. ഒരു പ്രൈവറ്റ് ജെറ്റും ലക്ഷറി കാറുകളുടെ കളക്ഷനും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. 100 മുതൽ 275 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. അഞ്ചാം സ്ഥാനത്തുള്ളത് പ്രഭാസ് ആണ്. ഈശ്വർ എന്ന ഒരു തെലുങ്ക് ചിത്രത്തിലൂടെ തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം ബാഹുബലിയിലൂടെ ഇന്ത്യയിൽ ഉടനീളം ഒരു തരംഗം സൃഷ്ടിക്കുകയായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഹൈദരാബാദിൽ ഒരു ഫാം ഹൗസും റോൾസ് റോയ്സ് ഫാൻഡവും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. 100 മുതൽ 200 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. ആറാം സ്ഥാനത്തുള്ളത് തല അജിത്ത് ആണ്. പ്രേമപുസ്തകം എന്ന സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചെങ്കിലും മൻകഥ എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനായത്. 105 മുതൽ 165 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. ഏഴാം സ്ഥാനത്തുള്ളത് സൽമാൻ ഖാൻ ആണ്. 1989 മേനെ പ്യാർ കിയ എന്ന സിനിമയിലൂടെ തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം 3 പതിറ്റാണ്ടിലേറെ കാലമായി വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തു വരികയാണ്. തന്റെ ചാരിറ്റബിൾ ഫൗണ്ടേഷനിലൂടെ നിരവധി ആളുകൾക്ക് കൈത്താങ്ങാവുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. സ്വന്തമായി ഒരു ഫാം ഹൗസും ഒരു കാർ കളക്ഷനും ഇദ്ദേഹത്തിനുണ്ട്. 100 മുതൽ 150 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. എട്ടാം സ്ഥാനത്തുള്ളത് ഉലക നായകൻ കമൽഹാസൻ ആണ്. അഭിനയം, സംവിധാനം, എഴുത്ത്, രാഷ്ട്രീയം തുടങ്ങിയവയിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം കളത്തൂർ കണ്ണം എന്ന സിനിമയിലൂടെ ഒരു ബാലതാരമായാണ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കാലക്രമേണ ഒട്ടനവധി സിനിമയിലൂടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഇതിഹാസമായി അദ്ദേഹം മാറുകയായിരുന്നു. ലക്ഷറി കാറുകളുടെ കളക്ഷനും ചെന്നൈയിൽ കലാപരമായ ഒരു വലിയ വീടും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. 100 മുതൽ 150 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. ഒൻപതാം സ്ഥാനത്തുള്ളത് അല്ലു അർജുൻ ആണ്. ഗംഗോത്രി എന്ന സിനിമയിലൂടെ തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം പിന്നീട് ഒട്ടനവധി ബ്ലോക്ക് ബസ്റ്ററുകളിലൂടെ ഇന്ത്യയിലുടനീളം ജനശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു. അവിശ്വസനീയമായ ഡാൻസ് സ്കിൽസും മാസ് അപ്പീലും അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ വലിയ പങ്ക് വഹിച്ചവയാണ്. ബ്ലെസ്സിംഗ് എന്നൊരു ലക്ഷറി വീടും ഫാൽക്കൺ വാനിറ്റി വാനും അദ്ദേഹത്തിനുണ്ട്. 100 മുതൽ 125 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. പത്താം സ്ഥാനത്തുള്ളത് അക്ഷയ് കുമാർ ആണ്. കില്ലാടി പോലുള്ള ആക്ഷൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹം പിന്നീട് കോമഡി ഡ്രാമകളിലേക്കും സോഷ്യൽ ഡ്രാമകളിലേക്കും കടക്കുകയായിരുന്നു. ഹേര ഫേരി മുതൽ ബാറ്റ്മാൻ വരെ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ ഭാഗമാണ് ഇദ്ദേഹം. ഒരു സ്വകാര്യ ജെറ്റും
കോടികൾ വിലമതിക്കുന്ന കുന്നിൻ മുകളിലുള്ള ഒരു ബംഗ്ലാവും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. 60 മുതൽ 145 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. അപ്പോ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ടോപ്പ് 10 നടന്മാർ. സാധാരണ ജീവിതത്തിൽ നിന്നും തുടങ്ങി ആഡംബര ജീവിതത്തിലേക്ക് എത്തപ്പെട്ട ഇതിൽ ഓരോരുത്തരുടെയും കഥ വളരെ ഇൻസ്പയറിംഗ് ആണല്ലേ. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.